കുറച്ചധികം വേക്കൻസികളെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അതോ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഇവിടെ വിസിറ്റിംഗ് വന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കത് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് ഈ വേക്കൻസികളെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കേൾക്കണം കേട്ടോ. ഞാൻ ഈ പറയാൻ പോകുന്ന വേക്കൻസികളെല്ലാം UAE ഒരു 18,000 എംപ്ലോയീസ് ഉള്ള ഒരു മാൻ പവർ സപ്ലൈ കമ്പനിയാണ്. അവർ കൺസ്ട്രക്ഷനിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കും പല സെക്ടേഴ്സിലേക്ക് മാൻ പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് ആദ്യമായിട്ട് ഔട്ട്സോഴ്സിങ്ങിലേക്ക്, അതായത് അവരുടെ മാൻ പവർ ഔട്ട്സോഴ്സ് ചെയ്യാനും കോൺട്രാക്ട്സ് കണ്ടുപിടിക്കാനും മാൻ പവർ കമ്പനികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 8 മുതൽ 10 സ്റ്റാഫിന് ആവശ്യമുണ്ട്. മലയാളി ആയിരിക്കണം, അല്ലെങ്കിൽ നേപ്പാളി ആയാലും കുഴപ്പമില്ല, ഹിന്ദി നന്നായിട്ട് സംസാരിക്കണം. ഷാർജ ബേസ്ഡാണ് ലൊക്കേഷൻ വരുന്നത്. ഇനി ലൈസൻസ് നമ്പർ 6 ഉള്ള ഹെവി ബസ് ഡ്രൈവേഴ്സ് 25 പേരെ ആവശ്യമുണ്ട്. സാലറി ഏകദേശം നമുക്കൊരു 3000 ദിർഹംസ് പ്ലസ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടാവും. ഇനി ക്യാമ്പിലേക്ക് ഏതാണ്ട് 10ഓളം ക്യാമ്പോസ് ആളുകൾ ആവശ്യമുണ്ട്. ഹിന്ദി നന്നായിട്ട് സംസാരിക്കണം, കമ്പ്യൂട്ടർ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ ഏജ് മാക്സിമം വന്നിട്ട് 40 ആണ്. ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ITI കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ജോലി കിട്ടുന്നു. ഒരുപാട് ആൾക്കാർ അങ്ങനെ ദുബായിൽ വരാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ 4000 വരെ സാലറി കിട്ടും. ഷാർജയിലും അബുദാബിയിലാണ് ലൊക്കേഷൻ വരുന്നത്. അല്ലാതെ ഉള്ള ഡിപ്ലോമ ITI കഴിഞ്ഞാൽ അല്ലെങ്കിൽ BTECകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ ബിഗിനേഴ്സ് ആണെങ്കിൽ 2.5 പ്ലസ് അക്കോമഡേഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ആണ് വരുന്നത്. ഇനി അക്കൗണ്ടൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ സീനിയർ അക്കൗണ്ടൻറ്റ് പൊസിഷൻ ഉണ്ട്. ആ സെയിം കമ്പനിയിലേക്ക് തന്നെ ഒരു $12,000 സാലറി ഉണ്ട്. ഒരു മിഡ് ലെവൽ ആണെങ്കിൽ നമുക്ക് വരുന്ന സാലറി ഒരു 8,000 to 9,000 ഒക്കെ വരും. CA കഴിഞ്ഞവരോ CMA കഴിഞ്ഞവരോ BCom MBA കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. മലയാളീസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഓപ്പറേഷൻസിലേക്കാണെങ്കിൽ ഒരു 4000 മുതൽ 4500 സാലറിയിൽ, അതായത് ഇവരുടെ ഔട്ട്സോഴ്സിങ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ആൾക്കാർ ആവശ്യമുണ്ട്. സെയിൽസ് സപ്പോർട്ടിലേക്ക് ആവശ്യമുണ്ട് ആൾക്കാർ. ഏതാണ്ട് 10 പേര് എടുക്കുന്നുണ്ട്. 3000 മുതൽ 3500 സാലറി. ഷാർജ അല്ലെങ്കിൽ ദുബായ് ആയിരിക്കും മെയിനായിട്ട് ലൊക്കേഷൻ വരുന്നത്. ഇനി പബ്ലിക് റിലേഷൻസ് ഓഫീസർ PR, വിസ പ്രോസസ്സിങ്ങും UAE ലോസും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവർക്ക് 5500 ദിർഹംസ് സാലറി ഉണ്ട്. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് മാൻഡേറ്ററി ആണ്. അറബിക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി വന്നിട്ട് എല്ലാവരും ചോദിക്കുന്ന ITയിൽ വേക്കൻസി ഉണ്ട്. ITയിൽ സിസ്റ്റം അഡ്മിൻ എന്നുള്ള വേക്കൻസി ഉണ്ട്. ബേസിക് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ സിസ്റ്റം കോൺഫിഗറേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. 3500 മുതൽ 4000 വരെ സാലറി. ഷാർജയിലാണ് ലൊക്കേഷൻ വരുന്നത്. ഇനി കൺസ്ട്രക്ഷനിൽ, അതായത് ജോയിനറിയിലോ അലുമിനിയം ഇൻഡസ്ട്രിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള എസ്റ്റിമേഷൻ എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഡിപ്പെൻഡഡ് ആണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജർ. ഈ കൺസ്ട്രക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഓവറോൾ പ്രോജക്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, പ്രോജക്ട് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ അപ് ടു 12,000 ദിർഹംസ് വരെ സാലറി ഉണ്ട്. സെയിം കമ്പനിയിലേക്കാണ്. അതുപോലെ ഫ്ലീറ്റ് കോർഡിനേറ്റേഴ്സ്. അപ്പോൾ ഇവർക്ക് ലേബർ ക്യാമ്പ് ആകുമ്പോൾ ഇവർക്ക് ഒരുപാട് വെഹിക്കിൾസ് ഉണ്ടാവും, ഒരുപാട് മാൻ പവർ അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഫ്ലീറ്റ് കോർഡിനേറ്റേഴ്സിന് ആവശ്യമുണ്ട്. ഹിന്ദി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മലയാളി ആണെങ്കിലും പ്രശ്നമില്ല. 2500 മുതൽ 3000 വരെ സാലറി ഉണ്ടാവും. അത്യാവശ്യം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഷാർജയിലാണ് ലൊക്കേഷൻ വരുന്നത്. 4 മുതൽ 5 വേക്കൻസീസ് വരെ ഉണ്ട്. ഈ കമ്പനിക്ക് തന്നെ ഏതാണ്ട് 300ഓളം വെഹിക്കിൾസ് ഉണ്ട്. അതിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഓട്ടോ AC ടെക്നീഷ്യൻസിനെ ആവശ്യമുണ്ട്. ഇനി മലയാളികളായിട്ടുള്ള നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ കളക്ഷൻസിലേക്ക് എടുക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. 4000 മുതൽ 6000 വരെ സാലറി പ്ലസ് ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും. കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇവർക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റ്സ് എല്ലാം മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാം. ഈ എല്ലാ വേക്കൻസിക്കും ഒരേ ഒരു മെയിൻ ക്രൈറ്റീരിയ ആണ് ഹിന്ദി നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിരിക്കണം. 100% ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. മലയാളി ആയാലും കുഴപ്പമില്ല, നേപ്പാളി ആയാലും കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ ഈ വാട്സാപ്പിൽ CV അയക്കാതെ നിങ്ങൾ നമ്മുടെ ഓഫീസിലൊന്ന് വരികയാണെങ്കിൽ ഞങ്ങളൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. ഇതെല്ലാം വിസ കിട്ടുന്ന വേക്കൻസികളാണ്. അപ്പോൾ നിങ്ങൾക്ക് വിസയ്ക്കൊന്നും ചാർജസ് ഒന്നുമില്ല. അപ്പം താല്പര്യമുള്ളവർ ഒന്നുകിൽ നേരിട്ട് ഓഫീസിൽ വരിക, ഞങ്ങൾ ഫോൺ വിളിക്കുക, ഞങ്ങൾ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.